ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തൈര് കറീൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈര് കറിക്ക് വേണ്ടി ഞാൻ 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തത് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പകുതി തക്കാളി ഒന്ന് കട്ട് ചെയ്തൊന്നും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്രയും മതി, വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്ര ഐറ്റംസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടിപൊളി തൈര് കറി റെഡിയായി കിട്ടും. ഇനി തൈരിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ആ മല്ലിയിലേൻ്റെ ഫ്ലേവറൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇത് ആ മസാല ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് മിക്സാക്കി എടുക്കാം. തൈരും മസാലയും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ തൈര് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ചോറിനൊപ്പം കൂടി കഴിക്കാൻ ആ ചെറിയ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ ആ ഓളൊന്ന് ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.